ദിയ കൃഷ്ണയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കേസിൽ തനിക്കും കുടുംബത്തിനുമെതിരെ പ്രവർത്തിക്കുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ളവരാകാമെന്ന് BJP നേതാവും നടനുമായ G. കൃഷ്ണകുമാർ. എല്ലാവർക്കും രാഷ്ട്രീയ മോഹങ്ങളുണ്ടെന്നും ആരെവിടെ എങ്ങനെ ഇടപെടുമെന്ന് പറയാനാകില്ലെന്നും കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാ പാർട്ടികളിലും പാർട്ടിക്കകത്ത് നടക്കുന്ന സംഘർഷങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. താൻ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും പട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അവിടെ തനിക്ക് സീറ്റ് നൽകിയേനെ. പക്ഷേ തന്നോട് തിരുവനന്തപുരം സെൻട്രൽ മത്സരിക്കാനാണ് ആവശ്യപ്പെട്ടത്. അത് താൻ അനുസരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് മത്സരിക്കാൻ പറഞ്ഞു. തോൽക്കുന്ന മണ്ഡലമായിട്ടും അതും താൻ അനുസരിച്ചു. തെരഞ്ഞെടുപ്പിൽ പ്രത്യേക സ്ഥലത്ത് മത്സരിക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. അങ്ങനത്തെ താല്പര്യമുള്ളവരാകും ഇതിനു പിന്നിലെന്ന് കൃഷ്ണകുമാർ പറയുന്നു. ഇത്തരക്കാർ പിന്മാറണമെന്നും കുടുംബത്തെ ഇതിൽ വലിച്ചഴിച്ച് ദ്രോഹിക്കരുതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. മകൾ ദിയ കൃഷ്ണയുടെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും പണം തട്ടിയെടുത്ത ആരോപണം ഉന്നയിച്ച പെൺകുട്ടികളോട് ക്ഷമിക്കില്ല എന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഏതറ്റം വരെയും പോകും. പെൺകുട്ടികളാണല്ലോ എന്ന് കരുതി ഈ വിഷയം പൊതുമധ്യത്തിലേക്ക് വലിച്ചിഴക്കേണ്ട എന്ന് കരുതിയെങ്കിലും പെൺകുട്ടികൾ തന്നെയാണ് ഇത് ഇത്രയും വഷളാകാൻ കാരണം. മകൾ പെൺകുട്ടികളെ തെറി വിളിക്കുന്ന വീഡിയോ ഉണ്ട്. എന്നാൽ പണം നഷ്ടപ്പെട്ട ആരും ചെയ്യുന്നതേ മകളും ചെയ്തിട്ടുള്ളൂ. താൻ ഏത് പാർട്ടിക്കാരനായാലും ഇത്തരമൊരു പ്രശ്നം വന്നപ്പോൾ നേരെ മുഖ്യമന്ത്രിയെയാണ് കണ്ടതെന്നും ഈ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കാതെ തങ്ങളോടൊപ്പം നിന്ന കേരള സമൂഹത്തിന് നന്ദിയുണ്ടെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. പണം പോയ ഒരാൾ ചീത്ത വിളിക്കും, ഞാനായാലും വിളിക്കും. ഇവൾ ആ ഫോൺ കോളിൽ രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട്. പണം നഷ്ടപ്പെട്ട ഒരാളുടെ വേദന മനസ്സിലാക്കണമെങ്കിൽ പണം പോയവരോട് തന്നെ ചോദിക്കണം. നമ്മൾ ലോൺ എടുത്തൊരു ബിസിനസ് തുടങ്ങിയതാണ്. എന്റെ ചരിത്രം മുഴുവൻ നിങ്ങൾക്കറിയാം. കോടിക്കണക്കിന് സ്വത്തുള്ള ആളൊന്നുമല്ല ഞാൻ എവിടെ നിന്ന് വന്നു, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങൾക്കറിയാം. അവൾ അവരെ ചീത്ത വിളിച്ചു. പക്ഷെ ആ വീഡിയോയിൽ മുഴുവൻ പറയുന്നുണ്ട്. ഓരോരുത്തരും എടുത്ത പൈസ എത്ര, എങ്ങനെ അഭിനയിക്കണം എല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ആ വീഡിയോ ആണ് ഞങ്ങൾക്ക് അനുകൂലമായി വന്ന ആദ്യത്തെ തെളിവ്. എത്ര മോശമായ വ്യക്തികളാണ് ആ പെൺകുട്ടികൾ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഈ കുട്ടികളുടെ മൊഴിയെടുക്കാൻ പോലീസ് ചെന്നപ്പോൾ അവർ ആരും അവിടെയില്ല. അതിനർത്ഥം അവർ പറഞ്ഞത് കള്ളമാണെന്നും ഇവർക്ക് ആരെയും നേരിടാൻ പറ്റില്ല എന്നുമാണ്. ഇവരുടെ വീട് തിരുവനന്തപുരത്ത് തന്നെയാണ്. ഇവരെ അവിടെ ചെന്ന് അന്വേഷിച്ചാൽ ഇവരെ കിട്ടും. നല്ല നിയമത്തെ പറ്റി എല്ലാം അറിയുന്ന ജസ്റ്റിസ് കമാൽ പാഷ സാറും ജോർജ് ജോസഫ് സാറും ഒക്കെ വീഡിയോ ചെയ്തിരിക്കുകയാണ് ഇതിനെപ്പറ്റി. കമാൽ പാഷ സാറൊക്കെ ഇതിനെപ്പറ്റി നിയമവശം അറിയാതെ വീഡിയോ ചെയ്യുമോ? ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ല ഇവർ പറയുന്നത്. കേരള സമൂഹം മുഴുവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ തെളിവെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. അതെല്ലാം കോടതിയിൽ കാണിക്കും. പിന്നെ ഞങ്ങൾ ടാക്സ് വെട്ടിക്കാനാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാതെ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ടാക്സ് അടച്ച റെസിപ്റ്റ് അല്ല ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാനും എന്റെ മകളും എന്റെ കുടുംബവും കുറച്ചു നേരമെങ്കിലും സമൂഹത്തിന് മുന്നിൽ കള്ളന്മാരായി പോയി. പക്ഷെ ഞങ്ങൾ ആരും ഒരിടത്തും മോശമായി പെരുമാറിയിട്ടില്ല. ഞങ്ങൾക്കെതിരെ ഒരു കേസുമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. ഈ വിഷയം വന്നപ്പോൾ ഞാൻ നേരെ പോയത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. ഞാൻ BJP പാർട്ടിയിലാണെന്ന് കരുതി എന്റെ പാർട്ടിയിലെ ഒരു ഉന്നതരെയും ഞാൻ ഇതിലേക്ക് വലിച്ചഴിച്ചില്ല. ഞാൻ ഇതൊന്നും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല. പാർട്ടിയുടെ പേരിൽ എന്റെ കുടുംബത്തെ ക്രൂശിക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. ഇത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ നല്ല താമസം ഉണ്ടാകും. ഈ പണമൊന്നും തിരിച്ചു കിട്ടുക എളുപ്പമല്ല. പൈസ പോകുന്നെങ്കിൽ പോകട്ടെ. ഇവരെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെങ്കിലും ഞങ്ങളത് ചെയ്യും. അവർ സമൂഹത്തിന് തന്നെ അപകടമാണ്. ഞങ്ങൾ കണ്ട ഇവരുടെ മുഖം വേറെയാണ്. ഇപ്പോൾ മീഡിയയിൽ കാണിക്കുന്ന മുഖമല്ല. കേരളത്തിലെ സർവ്വ സ്ഥാപനങ്ങളിലായാലും തട്ടിപ്പ് നടക്കാറുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജുകൾ നിരവധിയാണ്. ബിസിനസ് തുടങ്ങുന്നവർ വളരെ വളരെ സൂക്ഷിക്കണം. ഞങ്ങളുടെ കൺമുന്നിലാണ് കോടതികൾ പോയതെന്ന് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു. തന്റെ മകൾ പറഞ്ഞത് ഒട്ടും കൂടി പോയിട്ടില്ല എന്ന്. കേരളത്തിലെ എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഞങ്ങൾക്കുണ്ടാകണം, കൃഷ്ണകുമാർ പറയുന്നു. ഞാനിത് കണ്ടുപിടിച്ച ഉടനെ ഇവരെ വിളിച്ച് എന്നോട് സത്യം പറയാൻ പറഞ്ഞു. നിങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു കോംപ്രമൈസിലൊക്കെ വരാം. പക്ഷെ നിങ്ങൾ കള്ളം പറഞ്ഞാൽ എനിക്ക് നിയമപരമായി നീങ്ങേണ്ടി വരും. അവർ പറഞ്ഞത് 500 രൂപ 2000 രൂപയൊക്കെ എടുത്തിട്ടുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു, ശരി, നിങ്ങൾക്ക് സത്യം പറയാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാനൊരു സ്റ്റോറി ഇടുകയാണ്. കടയിൽ വന്ന സാധനം വാങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാൻ. ഉടൻ തന്നെ അവരെല്ലാവരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ കാലിൽ വീഴാം, അങ്ങനെ സ്റ്റോറി ഇടരുത്. ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ഞങ്ങൾ കള്ളികളാണെന്ന് വിചാരിക്കും. നിങ്ങൾ കട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കള്ളികളല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സ്റ്റോറി ഇട്ടതും എന്റെ 2 പ്രൊഫൈലിലും ഒരു കടൽ പോലെ മെസ്സേജ് വരാൻ തുടങ്ങി. എന്റെ QR കോഡ് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ CCTV വിഷ്വൽ കിട്ടാത്തിടത്ത് എന്നാണ് പലതും ചെയ്തത്. എനിക്ക് സുഖമില്ലാതായപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല, നിങ്ങൾ ദയവ് ചെയ്ത് വേണ്ടതെല്ലാം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവരിലുള്ള വിശ്വാസം കാരണം ഞാൻ എല്ലാം വിട്ടുകൊടുത്തിരുന്നു. അങ്ങനെയാണ് എനിക്ക് ചതി പറ്റിയത്. ഈ പെൺകുട്ടികൾ എന്നെ ഫോൺ വിളിച്ച ദിവസം രാത്രി എന്നെ ഉറങ്ങാൻ അനുവദിച്ചിട്ടില്ല. നിങ്ങൾ കണ്ട വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് വെളുപ്പാൻ കാലത്ത് 3:30 ഇവർ മാറി മാറി എന്നെ വിളിച്ച് ശല്യം ചെയ്യുകയാണ്. അച്ഛന്റെ ഫോണിലാണ് അവസാനം അവർ വിളിച്ചുകൊണ്ടിരുന്നത്. അവസാനം അച്ഛൻ എനിക്ക് ആ ഫോൺ തന്നു. അത്രയും നേരം അവർ എന്നെ ശല്യം ചെയ്തതിന്റെ പൊട്ടിത്തെറി കൂടിയാണ് ഞാൻ കാണിച്ചത്. ഞാൻ ഗർഭിണിയാണ്. എനിക്ക് ഉറങ്ങണം, എന്തുണ്ടെങ്കിലും നാളെ നോക്കാമെന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാനിപ്പോൾ 8 മാസത്തിലാണ്. ഈ മാസം ഇനി ഡെലിവറി ഉണ്ടാകും. എനിക്കിനി ഒറ്റയ്ക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അതാണ് ഞാൻ എന്റെ വീട്ടുകാരെ വിളിച്ചത്. എന്റെ ഭർത്താവ് വേറെ ജോലിയുള്ള ആളാണ്. പുള്ളിയുടെ തലയിൽ ഇത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഞാനിത് എന്റെ മാതാപിതാക്കളെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഭയന്നു. എനിക്ക് വേണമെങ്കിൽ മീഡിയയിലും അറിയിക്കാം, പക്ഷെ പിന്നീടാകട്ടെ എന്ന് ഞാൻ കരുതി. അപ്പോഴാണ് ഞാൻ തെറി വിളിക്കുന്ന വീഡിയോ അവർ പുറത്തുവിട്ടത്. അവർ വിചാരിച്ചു ഞാൻ തെറി പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും തനിക്കെതിരെ തിരിയുമെന്ന്. പക്ഷെ എന്നെ ഈ അവസ്ഥയിൽ അവർ കൊണ്ടെത്തിച്ചതാണ്. അവർ എന്നെ ചേച്ചി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. ഇവരെ ഞാൻ അനിയത്തിമാരാണ് കണ്ടിരുന്നത്. പക്ഷെ അവർ മീഡിയയിൽ സംസാരിച്ചത് കണ്ടാൽ അറിയാം അവർക്ക് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. ദിയ മാഡം, ദിയ ചേച്ചി, ദിയ അവൾ എന്നൊക്കെയാണ് അവർ എന്നെ മീഡിയയിൽ വിളിക്കുന്നത്. എനിക്ക് കേരളത്തിലുള്ള എല്ലാവരും നല്ല സപ്പോർട്ടാണ്
സപ്പോർട്ടാണ് തന്നത്. സാധാരണ സോഷ്യൽ മീഡിയയിൽ എനിക്ക് സപ്പോർട്ട് ഉണ്ടാകാറില്ല, പക്ഷേ ഈ വിഷയത്തിൽ എല്ലാവരും എന്റെ കൂടെ ഒറ്റക്കെട്ടായി നിന്നു. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. മീഡിയയോടും പോലീസിനോടും സോഷ്യൽ മീഡിയയോടും എനിക്ക് നന്ദിയുണ്ട്. നിങ്ങളുടെ പിന്തുണ കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചിരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്, ദിയ പറഞ്ഞു.